ഹായ് ഹലോ, സ്നേഹക്കൂടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഇപ്പോൾ ഒരുവിധം പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത പ്രശ്നങ്ങൾ വീണ്ടും അവിടെ തുടങ്ങുവാണ്. അങ്ങനെ പൂർണിമയുടെ വാക്കുകൾ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ സേതു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒടുവിൽ പ്രശ്നങ്ങൾക്ക് ആശ്വാസമായി സേതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പല്ലവി എത്തി. സേതുവിനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ടിട്ടും പൂർണിമാമയ്ക്ക് ഒരിക്കലും ഞാൻ ഇവിടെ നിൽക്കുന്നത് സന്തോഷം തരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുവാണ് എന്നാണ് സേതു പറഞ്ഞത്. എന്നാൽ സേതുവേട്ടൻ ഒരിക്കലും പടിയിറങ്ങാൻ പാടില്ല എന്നും സേതുവേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നാലെ ഞാനും വരുമെന്ന് പല്ലവിയും. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് വന്ന ഹരിയും പറയുവാണ്, പല്ലവി ചേച്ചിക്കും സേതുവേട്ടനൊപ്പം ഞാനും അച്ചുവും ഇവിടെ നിന്ന് പടിയിറങ്ങും എന്ന് സേതുവിനെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ തനിക്കൊപ്പം നിൽക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ടെങ്കിലും താൻ അവിടെ നിൽക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ആയി പഴയതുപോലെ സന്തോഷത്തോടെ ഈ കുടുംബം മുന്നോട്ട് പോകും എന്ന് സേതുവിന് ഉറപ്പായിരുന്നു. രാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. ഓരോ തമാശകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഋതുവും സ്വാതിയും വന്നത്. വെറുതെ വന്നു എന്ന് മാത്രമല്ല, എപ്പോ സേതുവോ അല്ലെങ്കിൽ പല്ലവിയോ ഹരിയോ അച്ചുവോ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഓരോ പ്രശ്നങ്ങളുണ്ടാക്കി അവരെ വേദനിപ്പിക്കുക എന്നുള്ളത് ഋതുവിനും സ്വാതിക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഇപ്പോ ചെയ്യും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇപ്പോഴും അതേ സ്വഭാവം തന്നെ പുറത്തെടുത്തു. സന്തോഷത്തോടു കൂടി അവർ ആഹാരം കഴിക്കുന്നത് കണ്ടപ്പോൾ ഋതുവിനോ സ്വാതിക്കോ സഹിച്ചില്ല. അച്ചുവിനെയും ഹരിയും ഒരുപാട് കളിയാക്കി. എന്തായാലും ഈ സമയത്തെന്ന് പറയുമ്പോൾ വിരുന്നിന് പോകുന്ന സമയമാണ്. പയ്യന്റെ വീട്ടുകാർ വന്നിട്ട് അച്ചുവിനെയും പയ്യനെയും പുതുപ്പയ്യനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ചടങ്ങുണ്ടെന്നും, എന്നാൽ ഇവരുടെ എന്താ ചടങ്ങിന് കൊണ്ടുപോകാത്തത് എന്ന് ഋതുവും. എന്നാൽ അതിന് മറുപടിയായിട്ട് സ്വാതി പറഞ്ഞത്, വരന് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആയിട്ട് ആരുമില്ല, അനാഥനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരും കളിയാക്കി. എന്നാൽ അവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി അച്ചു കൊടുത്തുവെങ്കിൽ പോലും ഒരിക്കലും അവരുടെ കളിയാക്കല് ഹരിക്കോ സേതുവിനോ പല്ലവിക്കോ അച്ഛനോ ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവർ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് വെറുതെ ഇരുന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാം എന്ന് തീരുമാനിച്ചു എന്ന് ഹരി പറയുവാണ്. അങ്ങനെ എന്ത് ജോലിക്ക് പോകും എന്ന് ചോദിച്ചപ്പോൾ എന്തെങ്കിലും പണി കണ്ടുപിടിക്കണം. എന്നാൽ അച്ചുവിന്റെ അഭിപ്രായമായിരുന്നു ഹരിക്ക് ഓട്ടോ ഓടിക്കാൻ പോയിക്കൂടെ, ഹരി ഓൾറെഡി ആ ജോലിയിൽ ചെയ്യുന്നത്. അങ്ങനെ ആദ്യം സേതുവും ഓക്കെ സമ്മതിച്ചു. പക്ഷേ ബേബി ചേച്ചിയൊക്കെ അത് വേണോ, ഇപ്പോൾ പൂർണ്ണിമാമയ്ക്കൊന്നും ഇഷ്ടപ്പെടുത്തില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴും എന്ത് പണി ചെയ്താലും ഒരു കുഴപ്പമില്ല, നമ്മൾ അധ്വാനിച്ചല്ലേ ജീവിക്കുന്നത്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം ഹരി വീണ്ടും ഓട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ തന്നെ അച്ചു ആരതി ഒഴിഞ്ഞു. ആ ഒരു ഹരിക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തതിന് ശേഷം ഹരി ഓട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ആദ്യ സവാരിയായിട്ട് പല്ലവി തന്നെ ഓട്ടോയിൽ കയറി. സന്തോഷത്തോടുകൂടി സേതുവും വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷിച്ചതിന് ശേഷം അവര് ഓരോ വഴിക്കായിട്ട് അവര് പോയി. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഋതുവിനും സ്വാതിക്കും സഹിക്കാൻ പറ്റിയില്ല. ഇതിന്റെ പേരിൽ പൂർണ്ണിമാമയോട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കി. അങ്ങനെ അച്ചു അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ഈ ഒരു ഓട്ടോ ഇനി മുതൽ ഇവിടെ ഇടാൻ പാടില്ല എന്നും, ഇത്രയും നാള് വലിയ വലിയ കാറുകളൊക്കെ കിടന്നിരുന്ന മുറ്റത്ത് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കിടക്കുകയാണെന്നും അത് ഞങ്ങൾക്ക് അപമാനമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഓട്ടോ ഇവിടെ നിന്ന് എടുത്തോണ്ട് പൊയ്ക്കോണമെന്ന് അച്ചുവിനോട് ഋതുവും. എന്നാൽ ഇത് എന്റെ വീടാണ്, എനിക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്, അതുകൊണ്ട് ഓട്ടോ ഒരിടത്തേക്കും കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കുമെന്ന് അച്ചുവും പറഞ്ഞു. അങ്ങനെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായി. ഒടുവിൽ ഈ വീട്ടിലെ ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്, പൂർണിമ ടെക്സ്റ്റൈൽസിൽ നിന്ന് വരുന്ന വരുമാനമാണ് ഇവിടുത്തെ ചെലവിനും കാര്യങ്ങൾക്കും എടുക്കുന്നതെന്നും ആ പൂർണിമ ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുന്നത് ഞാനാണെന്നും അതുകൊണ്ട് ഇവിടെ ചെലവിന് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് തിന്നാണെന്നും നിനക്കോ നിന്റെ ഭർത്താവിനോ പറ്റത്തില്ല, ചെലവിന് കൊടുക്കാനായിട്ട് പറ്റണം, എന്നാൽ മാത്രം കഴിച്ചാൽ മതി, ആഹാരം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആഹാരത്തിന് പോലും കണക്ക് പറയാനായിട്ട് ഒരു മടിയും ഋതു കാണിച്ചില്ല. ഋതു മാത്രമല്ല, ഋതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വാതിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും
പൂർണിമ ഋതു നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നതല്ലാതെ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവളെ ശാസിക്കുകയൊന്നും പൂർണിമ ചെയ്തില്ല. ഒടുവിൽ അച്ചു പറഞ്ഞു, ശരി, ഞാനും എൻ്റെ ഭർത്താവും കഴിക്കുന്ന ആഹാരത്തിന് നാളെ തൊട്ട് ഇവിടെ ചെലവിന് കൊടുത്തിരിക്കും, ഇനി നീ അതിന്റെ പേരിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞിട്ട് അച്ചു അകത്തോട്ട് പോകുവാണ്. അങ്ങനെ ഇത്രയും നാളെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബത്തെ തകർത്തിരിക്കുവാണ്. അത് സേതുവാണ് തകർത്തിരിക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് ഇപ്പോൾ പൂർണിമയ്ക്കുള്ളത്. എന്നാൽ പൂർണ്ണ വഴിക്കും ഈ ഒരു ജോലി ഒട്ടും ശരിയല്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്ന അഭിപ്രായം പല്ലവിയോട് പറയുവാണ് ഹരി. എന്നാൽ അങ്ങനെ ജോലി മാറേണ്ട ആവശ്യമൊന്നുമില്ല ഹരി, നീ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലി തന്നെ നോക്കിക്കൂടെ, അല്ലാതെ നീയായിട്ട് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്? അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ജോലി ചെയ്താലും അധ്വാനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അതെന്തും നന്മ തൊള്ളയാണ്. അല്ലാതെ മോഷ്ടിക്കാനൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ, കൊലപാതകത്തിനൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്യുന്നതിലും യാതൊരു കുഴപ്പവുമില്ല എന്ന് പല്ലവി ഹരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി സേതുവിനെ അടിച്ചു പുറത്താക്കാനായിട്ട് പുതിയൊരു പ്രശ്നം കൊണ്ടുവന്നിരിക്കുവാണ് ഋതു. അങ്ങനെ ആ ഒരു ഓട്ടോയുടെ പേരും പറഞ്ഞ് ഋതു വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനായിട്ട് നോക്കുവാണ്. അങ്ങനെ പൂർണിമാമ തടഞ്ഞപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, ആ ഓട്ടോ ഇവിടെ കിടക്കാൻ പാടില്ല എന്നൊക്കെ ഋതു ആവശ്യപ്പെടുകയും, എന്തായാലും നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, ഈ ഒരു പ്രശ്നത്തിൽ സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന ഒരു വാശിയിലായിരുന്നു പൂർണിമയും. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക? ഓരോ ദിവസം കഴിയുന്തോറും ഋതുവായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.